ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. യെസ് പ്ലീസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് മെഡിക്കൽ കോളേജിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ഒന്നാം പിണറായി വിജയൻ സർക്കാർ കിഫ്ബി ധനസഹായത്തോടെ ആവിഷ്കരിക്കുകയും 2019 ഫെബ്രുവരിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നിർവഹിക്കുകയും ചെയ്ത മാസ്റ്റർ പ്ലാന്റെ നിർവഹണം വൈകുന്നത് സംബന്ധിച്ചാണ് ഈ സബ്മിഷൻ സർ. ഇതേ വിഷയത്തിൽ 2021 ഒക്ടോബർ 27 ഞാൻ ഇതേ സഭയിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കുകയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി മറുപടി നൽകുകയും അടിയന്തര യോഗം വിളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പദ്ധതി ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. തറക്കല്ലിട്ട് 5 വർഷം തികയുമ്പോൾ മൊത്തം പദ്ധതിയുടെ 10% പോലും പൂർത്തിയായിട്ടുണ്ടോ എന്ന സംശയമാണ്. പദ്ധതിയുടെ SPVക്കോ മെഡിക്കൽ കോളേജ് അധികൃതർക്കോ ഈ പദ്ധതി പൂർത്തിയാക്കണമെന്ന് ഒരു താല്പര്യവുമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തു ചോദിച്ചാലും മെയിൽ അയച്ചിട്ടുണ്ട്, ലെറ്റർ കൊടുത്തിട്ടുണ്ടെന്നുള്ള സ്ഥിരം പല്ലവിയല്ലാതെ ആത്മാർത്ഥമായ ഇടപെടൽ ഇരുകൂട്ടരുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അവ മാറ്റുന്നതിന് ജനപ്രതിനിധികളെ സമീപിക്കുന്ന കീഴ്വഴക്കമൊന്നും അവർക്കറിയില്ല. ഏതെങ്കിലും ഫയൽ എവിടെയെങ്കിലും കുരുങ്ങിയാൽ അത് കാലങ്ങളോളം അവിടെ കിടക്കും. കുരുക്കഴിക്കാനുള്ള ഫോളോ അപ്പ് ഒന്നുമില്ല. ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് പദ്ധതിയുടെ 50% പൂർത്തിയാക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ എല്ലാ മാസവുമുള്ള ഒരു അവലോകനം നടക്കണം, ശക്തമായിട്ട് ഇടപെടൽ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സർ. യെസ് മിനിസ്റ്റർ. സർ, ബഹുമാനിയായ ടേബിൾ ചെയ്താൽ മതി സർ. അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് പറഞ്ഞോളട്ടെ. നേരത്തെയുള്ള സച്ചിൻ ദേവിന്റെ ചോദ്യത്തിന് ഉത്തരം ടേബിൾ ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് സർ ബഹുമാന്യനായ അംഗം ഇവിടെ സൂചിപ്പിച്ച കാര്യം 717 കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതിന് ഭരണാനുമതി ലഭിച്ചത് സർ. പക്ഷേ പിന്നീട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല. ഈ 717 കോടി രൂപയുടെ ആദ്യത്തെ പ്രോജക്റ്റ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഫ്ലൈ ഓവർ അവിടെ നിർമ്മിക്കുകയും റോഡ് നിർമ്മാണം നടത്തുകയും ചെയ്തു. അതായിരുന്നു ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ വർക്കുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിർമ്മിച്ച കാര്യം. അത് പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് സർ. അതുകൂടാതെ സർ, MLT ബ്ലോക്ക് അത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുവാദം ഉൾപ്പെടെ ലഭിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പലതവണ ഇത് സംബന്ധിച്ചിട്ടുള്ള അനുമതികൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു. അവസാനം ഇതിന്റെ അനുമതി ലഭിച്ചു. MLT ബ്ലോക്ക് 194 കോടി രൂപയ്ക്ക് അതിന് ധനാനുമതി ഈ സർക്കാരിന്റെ കാലത്ത് ലഭ്യമാക്കി. അതുകൂടാതെ സർ, അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിന് അനുവാദം നൽകി. ആ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. ഇപ്പോൾ ഒരു കോൺട്രാക്ടർ അത് എടുത്തിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 10%-ഓളം പൂർത്തിയായിട്ടുണ്ട്. ഇതുകൂടാതെ സർ, സർജിക്കൽ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനം ഇതുപോലെയാണ് സർ. ഇത് സംബന്ധിച്ചിട്ടുള്ള ഭരണാനുമതികൾ നേരത്തെ നൽകിയിരുന്നുവെങ്കിലും ഇതിന്റെ ധനാനുമതി, സാങ്കേതിക അനുമതികൾ ഈ കാലഘട്ടത്തിൽ ലഭ്യമാക്കി. ഓരോ മാസവും അതിന്റെ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടാണ് സർ മുന്നോട്ട് പോകുന്നത്. ഇത് ബാക്കി പ്രവർത്തികൾ, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉൾപ്പെടെയുള്ളവയുടെ ധനാനുമതി 2023 ഡിസംബർ മാസത്തിൽ അതിന്റെ ധനാനുമതിക്കായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് സർ.